നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ കൂട്ടുകാരെ, ഇന്നലെ എനിക്കൊരു കിടില ആക്സിഡൻറ്റ് സംഭവിച്ചു. അതായത് എൻ്റെ വീട് വെള്ളയക്കടവ് പാലത്തിനപ്പുറത്താണ്. ഞാൻ രാവിലെ പോകുന്ന വഴി പാണാങ്കര കുടംവളമാണ്. അല്ലെങ്കിൽ നോർമൽ റോഡിലെ അവിടെ ഡേഞ്ചറാണ്. ഈ റോഡ് കുഴിച്ചിട്ടും ഒന്നുമില്ലായിരുന്നു. അത് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്തതാണെന്ന് എനിക്കറിയില്ല. രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് 9 മണിക്ക് ശേഷം വരുന്ന സമയത്ത് വണ്ടി അത് മഴയും ചെളിയും എല്ലാം ഒരു റോഡ് സെൻറ്ററിൽ കുഴിച്ചിട്ടേക്കാം. ബൈക്ക് കയറി, ബൈക്കും മറിഞ്ഞു, ഞാനും വീണു. ഹെൽമറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ വണ്ടിക്ക് സ്ക്രാച്ച്, പിന്നെ എനിക്ക് സ്ക്രാച്ചും സംഭവിച്ചു. ആരെ ഭാഗ്യമെന്ന് അറിയില്ല. ചിലപ്പോൾ പിള്ളേരെ ഭാഗ്യമായിരിക്കും, ചിലപ്പം ഈ ദുഷ്ടന്മാരെ നേരത്തെ അങ്ങോട്ട് വിളിക്കില്ലല്ലോ. എന്തോ രക്ഷപ്പെട്ടു. നേരെ മറിച്ച് ലേഡീസോ അല്ലെങ്കിൽ ചെറിയ വണ്ടികൾ ഓട്ടിക്കുന്നവരാണെങ്കിൽ 100% മരിയും. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും വണ്ടികൾ ഓടുന്ന റൂട്ടാണ്. പുള്ളികൾക്കൊന്ന് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ പോകുന്ന ആൾക്കാരുണ്ടാവും. അവരൊന്നും രാവിലെ ഇതൊന്നും കാണുന്നില്ല. ചിലപ്പോൾ അവർ രാത്രികൾക്ക് പോകുന്ന സമയത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? നമുക്ക് പലതും കൊടുക്കാൻ പറ്റും, വീടും അല്ലെങ്കിൽ റോഡ് നന്നാക്കാൻ പറ്റും. പക്ഷേ ജീവൻ അത് നമുക്ക് തിരിച്ചു നൽകാൻ പറ്റില്ല. നല്ലവരായ അവിടുത്തെ നാട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുന്നറിയിപ്പായി മുമ്പിലൊരു ബോർഡ് വയ്ക്കുക, ഡേഞ്ചർ, ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് ചെയ്തിരുന്നെങ്കിൽ അവർക്കൊരു നിസ്സാരവർക്കൊരു ബോർഡ് വയ്ക്കുന്ന കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആരാണ് കുഴിച്ചതെന്ന് ഒരു അറിവുമില്ല. ഒന്നി അവിടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ വാട നടുക, അല്ലെങ്കിൽ ആരെങ്കിലും പറയുക ഇവിടെ ഒരു വളവുണ്ട്, പ്രശ്നമാണ്, ഡേഞ്ചറാണ്, വീഴുമെന്ന്. ഇന്നലെ ഞാൻ വീണണിച്ചപ്പോൾ ഒറ്റ മരിച്ചിട്ടില്ല. അങ്ങനെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്നി ആ ഫ്രണ്ടിൽ ആ പള്ളിയുടെ അവിടെ ആയിട്ട് ഇവിടെ റോഡ് കുഴിച്ചിട്ടിട്ടുണ്ട്, പതുക്കെ പോകുക എന്നൊരു ബോർഡ് വയ്ക്കുക. ഗവൺമെൻറ് കുഴിച്ചെങ്കിൽ അവരെങ്കിലും ആ ബോർഡ് വയ്ക്കുക. അതെൻ്റെ റിക്വസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യോ കാലോ ഒടിഞ്ഞിരുന്നെങ്കിൽ ആര് ചിലവിന് തരും? ശരി, ഞാൻ മരിച്ചുപോയി, ഓക്കെ, കുറേ പേര് ആദരാഞ്ജലി തരും. ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ആരെയും ഒരു പ്രസ്ഥാനത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ ഒരു പൗരൻ എന്ന രീതിയിൽ എൻ്റെ ഒരു ദുഃഖം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഒരു കാരണവശാലും എവിടെയായാലും എവിടെ കുഴിയെടുത്താലും ഒന്നി ബോർഡ് വയ്ക്കുക. എന്നുവെച്ചാൽ രാവിലെ പോകുന്നവർ അറിയുന്നില്ല ഇവിടെ കുഴി നിങ്ങൾ രാവിലെ എടുക്കുന്നു. രാത്രി വരുന്നവർ കുഴി വീണ് മരിക്കുമ്പോൾ മാത്രമേ നിങ്ങളെല്ലാം അറിയുള്ളൂ. അതുകൊണ്ട് ദയവേത് അതിനൊരു സൊല്യൂഷൻ ഈ വീഡിയോ കാണുന്ന നല്ലവരായ നാട്ടുകാരോ അല്ലെങ്കിൽ ആ കുഴിച്ചവരോ ഒന്നി ബോർഡ് വയ്ക്കുക, അല്ലെങ്കിൽ ഉടനെ ടാറിടുക. ടാറിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സിമെൻറ്റ് ഇട്ടിട്ട് ആ ബോർഡ് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.